from our student community, I would like to കാണുമോ? അത് ആക്ച്വലി എൻ്റെ അടുത്ത് എല്ലാ ഇൻ്റർവ്യൂസിൽ പോയാലും ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അടികപ്പ്യാരെ കൂട്ടുമണി 2 ഉണ്ടാവുമെന്ന്. എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഞാൻ എപ്പോൾ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കുട്ടികളെ കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അടികപ്പ്യാരെ 2 ഉണ്ടാവുമെന്ന്. ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡേ ഫിലിം ഹൗസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന് കേൾക്കാവോ എന്ന് ചോദിച്ച്. എന്നിട്ട് പറഞ്ഞു, പക്ഷേ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി അതിനെക്കാട്ടും മേലെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ, അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം, അതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ധ്യാനും അജുവേട്ടനും നീരജും എല്ലാവരും അടികപ്പ്യാരെ കൂട്ടമണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ ഇത്രയും എൻ്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അടികപ്പ്യാരെ കൂട്ടമണിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൽ എനിവേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത നല്ല രീതിയിലുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ആരെങ്കിലും? ഞാനിങ്ങനെ ചോദ്യം ചോദിക്കില്ലേ. ഇനിയും നമുക്ക് ഇവിടെ ഇൻഹിബിഷന്റെ തീരെ ആവശ്യമില്ല. ലൈക്ക് യു സോ, ആള് ഭയങ്കര ചില്ലാണ്, നമ്മുടെ അതേ വൈബാണ് ഏകദേശം. സോ പ്ലീസ് ഡോണ്ട് ഫീൽ. ആക്ച്വലി നമ്മുടെ അശ്വിന് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. വിനീത് ശ്രീനിവാസ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? വിനീത് ശ്രീനിവാസ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? വിനീത് ശ്രീനിവാസൻ സിംഗർ ഞാൻ എങ്ങനെയോ പരിചയപ്പെടുത്തുക? അതെന്താ സിനിമയായിട്ട് എന്തെങ്കിലും ഇഷ്ടമാണോ അതോ ജസ്റ്റ് പരിചയപ്പെടാൻ? സിനിമ ഇഷ്ടമാണ്. ഏത് ഡയറക്ഷനാണോ? പാട്ടാണ്. ഓ, പാട്ടാണോ? മനസ്സിലായി. കിരീടം കൈ മനസ്സിലായി. അത് പഠനം ഞാൻ കേട്ടോണ്ട് വരികയായിരുന്നു. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. ഉലയുന്നുണ്ടൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം, ഇനി എൻ്റെ മാത്രം അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. താങ്ക് യു. ഓർമ്മ വിനീതാട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്നാണ് ചോദിച്ചത്. എന്നെക്കാട്ട് ഏറ്റവും നല്ല ആള് പുള്ളിയാണ്. എന്നാണ് അതിനെപ്പറ്റി ഓർമ്മ പറയാൻ? ഈ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് പരിചയപ്പെടുന്നതല്ലേ നല്ലത്. ഒരു ദിവസം വിനീത് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് നേരിട്ട് കാണാമല്ലോ. ഇപ്പോൾ ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ചമ്മു. പക്ഷെ പാട്ട് നന്നായിരുന്നു. താങ്ക് യു അശ്വിൻ, താങ്ക് യു സോ മച്ച്. സോ